നിങ്ങളുടെ കട്ട ഫാനാ. ഓ ഹായ് അമൂല്യ, നമസ്കാരം. നമസ്കാരം രംഗചേട്ടാ. ഹായ്. എനിക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. നിങ്ങളിപ്പോ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് സത്യമാണെന്ന് പോലും എനിക്ക് സംശയം. എന്റെ പൊന്നുമളെ, ഇങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ശരിക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ വന്നിട്ടുള്ളേ. നിങ്ങൾ എന്റെ അത്രയും വലിയ ഫാനാണെന്ന് കേട്ടപ്പോ ഒരുപാട് സന്തോഷമായി. വിക്കി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അനിയത്തി, നമ്മുടെ സിദ്ധാർത്ഥില്ലേ, ആദിയുടെ ഹസ്ബൻഡ്, അവന്റെ അനിയത്തി ഇത്. ഇവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ്, പിന്നെ നമ്മുടെ ഓഫീസിലെ അഡ്മിനും കൂടെയാ. ഇവള് പേരിന് മാത്രമാണ് അഡ്മിൻ. അതിൽ സെയിൽസ്, പ്രസന്റേഷൻ തുടങ്ങി മാർക്കറ്റിംഗ്, ഇവന്റ് മാനേജ്മെന്റ് എല്ലാം ഇവള് നോക്കിക്കോളും. സാർ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വേദാന്തിന്റെ ഇവിടെ വന്നത് ആശ്ചര്യമായിരിക്കുന്നു. ശരി, അങ്ങനെയൊന്നുമില്ല. ഞാനും വേദാന്ത് പഴയ കൂട്ടുകാരാ. വയസ്സിൽ താഴെയാണെങ്കിലും എന്നെ കുറെ സ്വാധീനിച്ചിട്ടുണ്ട് വേദാന്ത്. ഇന്നലെ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു, വീട്ടിലെല്ലാവരും നിങ്ങളുടെ ഫാനാണെന്ന്. നാളെ ഞായറാഴ്ചയാണല്ലോ, വീട്ടിലേക്ക് വരുമോ, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞു. വേദാന്ത് വിളിച്ചു പറഞ്ഞപ്പോ പിന്നെ വരാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ വന്നേ. നോക്ക് സിദ്ധാർത്ഥ്, വേദാന്ത് ചേട്ടൻ അമൂല്യ ആഗ്രഹിച്ച പോലെ ആക്ടർ രംഗൻ സാറിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയിരിക്കുക. അതിലിപ്പോ എന്താ അത്ഭുതമുള്ളത്? അമൂല്യ ചന്ദ്രനെ നോക്കി വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ ചേട്ടൻ അതും കൊണ്ടു കൊടുത്തേനെ. അതും സത്യാണ്. മനസ്സിൽ ഇത്രയും സ്നേഹം വെച്ചിരിക്കുന്ന അവൻ ആ അഹങ്കാരി സാഹിത്യയെ എന്തിനാ വിവാഹം കഴിക്കുന്നെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തെ. നിന്റെ ചേട്ടൻ എല്ലാ കാര്യത്തിലും കറക്റ്റാ. വേദാന്തിന് എല്ലാവരുടെ മനസ്സിലുള്ളതും മനസ്സിലാവും. ഇപ്പോഴാണെങ്കിൽ കറക്റ്റായിട്ട് റെസ്പോണ്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കാൻ നമുക്കിപ്പോഴും പറ്റിയിട്ടില്ല. എന്നുവെച്ചാ? അങ്ങനെ ചോദിച്ചാ ഞാനും ആളിയനും കൂടെ നിന്റെ ചേട്ടന്റെ മനസ്സിലുള്ള കാര്യം അറിയാൻ ഒന്ന് ട്രൈ ചെയ്തു നോക്കി. പക്ഷെ ആളുടെ മനസ്സിലെന്താണെന്ന് മനസ്സിലാവുന്നേ ഇല്ല. നിന്റെ ചേട്ടന് അമൂല്യോട് ഫീലിങ്സ് ഉണ്ട്. എന്റെ അറിവില് അത് പ്രേമമാ. പക്ഷെ അത് പ്രേമമാണെന്ന് അവർക്കറിയില്ല. എന്ത് ചെയ്യാനാ? എന്താണെന്ന് വെച്ചാ, ഇത്രയും നാളും വേദാന്തിന് പെൺകുട്ടികളെ ഇഷ്ടമല്ലായിരുന്നു. ഈ പ്രണയത്തിന്റെ ഫീലിങ്സ് ഒന്നും അവർക്കറിയില്ലെന്നേ. അറിയിക്കാം. ഫുഡെല്ലാം റെഡിയാ, ഞാനെല്ലാം റെഡിയാക്കിയത്. അതിനാ നിന്നെ രാവിലെ വിളിപ്പിച്ചത്. കഴിക്കാൻ വരുമ്പോ എന്തെങ്കിലും കാണുമല്ലോ അല്ലേ? വരും സാർ, നമുക്ക് കഴിക്കാം. അല്ല, നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾ എങ്ങനെയാ ചേട്ടാ നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത്? ആഹാ, അല്ല മോളെ, ഇത്രയും നേരം ആളാമീതം രംഗൻചേട്ടാ എന്ന് വിളിച്ചോണ്ടിരുന്നിട്ട് ഏതോ ദേവലോകത്തുനിന്ന് ഒന്നാളെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഉണ്ടല്ലോ. സോറി രംഗചേട്ടാ. പിന്നെ ചേട്ടാ, പുതിയ സിനിമയാണല്ലേ? ട്രെയിലർ കണ്ടു, അടിപൊളിയായിട്ടുണ്ട്. അതിലെ ചേട്ടന് ഗെറ്റപ്പ് ഉണ്ടല്ലോ, അടിപൊളിയാ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമായി. നിങ്ങൾക്ക് ടീസറും ട്രെയിലറും ഒക്കെ ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. സിനിമ റിലീസായിട്ടുണ്ട്. ജനങ്ങൾക്കിപ്പോ എന്തോ ഞങ്ങളുടെ സിനിമ ഇഷ്ടമാകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, സാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നടൻ അഭിനയിച്ച പഴയ സിനിമ. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ജനം അത് ഉൾക്കൊണ്ടു. മാത്രമല്ല, ഈ സിനിമ നിങ്ങൾക്കും കാണാം, മാഡത്തിനും കാണാം, ചെറിയ കുട്ടികൾക്കും കാണാം, എല്ലാവർക്കും കാണാൻ പറ്റിയൊരു സിനിമയാണ്. നിങ്ങൾ പോയി കണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷവും അതൊരു അനുഗ്രഹവും. അതിനുവേണ്ടി കൂടിയാ വന്നേ. നിങ്ങൾ എല്ലാവരും സിനിമ കാണണം. ദേവി ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നമ്മുടെ മുതുക്കിയില്ലേ, നമ്മുടെ അമൂല്യ, അവള് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് രാത്രി തന്നെ പോകുന്നുണ്ട്. അമൂല്യ, തീർച്ചയായും ഇവരെല്ലാം പറഞ്ഞതുപോലെ നിങ്ങൾ വലിയൊരു ഫാനാണ്. എനിക്കെന്തായാലും ഒരുപാട് സന്തോഷമായി. ചേട്ടന്റെ സിനിമ വളരെ ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്. ഷൂട്ടിംഗ് ടൈമില് ഒരുപാട് എൻജോയ് ചെയ്ത് കാണും അല്ലേ? യെസ്, ഡെഫിനറ്റ്ലി. വളരെ വലിയ അനുഭവമായിരുന്നു. എന്താന്ന് വെച്ചാ, ആ മേക്കപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു 70-75 വയസ്സ് പ്രായമുള്ള വേഷമാണത്. അത് എല്ലാ ദിവസവും രാവിലെ പുലർച്ചെ 3:30-4 മണിയാകുമ്പോൾ മേക്കപ്പ് തുടങ്ങും. ഒരു 8 മണി വരെ പോകും. 4-5 മണിക്കൂർ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 6 hours ഷൂട്ടിങ്ങിന് കിട്ടും.
ആ സീൻസ് ഒക്കെ കാണുമ്പോൾ വളരെ രസകരമായിട്ടൊക്കെ തോന്നും. പക്ഷെ പൊരിഞ്ഞ വെയിലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ആ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത്. ഇതുപോലുള്ള കഷ്ടപ്പാടിനിടയ്ക്ക് ചിരി, തമാശ. പക്ഷെ നിങ്ങൾ അതൊക്കെ പോയി കാണുമ്പോഴാ എനിക്ക് സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുന്നത്. ചെയ്ത ജോലിക്ക് നിങ്ങളെല്ലാവരും എനിക്ക് വില തരുന്നതായി തോന്നുന്നത്. കാണുന്ന ആൾക്കാരൊക്കെ ഗ്ലാമറേ നോക്കുള്ളൂ. അതിന്റെ പുറകിലുള്ള ഹാർഡ് വർക്കും എഫേർട്ടും വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയുള്ളൂ. രംഗചേട്ടാ, നിങ്ങളുടെ വയസ്സായ മേക്കപ്പ് ആ ട്രെയിലറിൽ അടിപൊളിയായിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു ദ ടീം. പിന്നെ ആക്ടിങ്ങിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാ കോമ്പറ്റീഷൻ. എന്തൊക്കെയാണെങ്കിലും നിങ്ങളൊരു നാഷണൽ അവാർഡ് വിന്നർ അല്ലേ? മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വേദാന്ത് വിളിച്ചപ്പോ എന്റെ ഷൂട്ടിംഗ് ചേഞ്ച് ചെയ്ത് പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ലാന്ന് കരുതി ഞാനിവിടെ വരാതിരുന്നെങ്കിൽ ഇങ്ങനൊരു അനുഭവം എനിക്ക് മിസ്സായി പോയത്. സത്യം പറഞ്ഞ എനിക്ക് ഒരുപാട് സന്തോഷം. വരൂ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. ശരി, വരാം സാർ. ആ പ്ലേറ്റ് എടുത്തു. അമ്മ ജാമുൻ ഉണ്ടാക്കിയിട്ട് 10 രംഗച്ചേട്ടന് കൊടുക്ക്. ഒന്ന് മിണ്ടായിരിക്കും. കൊടുക്കണേ. നിങ്ങൾ പറഞ്ഞതും ശരിയാ. ഇത്രയും നാൾ അമൂല്യായിട്ട് സംസാരിക്കാൻ തന്നെ മടിച്ചിരുന്ന ചേട്ടൻ ആ മടിയൊക്കെ മാറ്റി മുന്നോട്ട് പോയി. അവളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അതെല്ലേ, ഞാനും ഇത് നേരത്തെ ഒബ്സർവ് ചെയ്തിരുന്നു. കറക്റ്റ്. അങ്ങനെയുള്ള ആളിന് തന്റെ മനസ്സിലുള്ളത് പ്രേമമാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. എടുക്കും, നല്ല സമയമെടുക്കും. നമ്മുടെ കല്യാണത്തിന് മുന്നേ നിന്റെ വേദാന്ത് ചേട്ടൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൂടെ ക്ലോസ് ആയിട്ടിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ട് പറഞ്ഞാ നീ അത് വിശ്വസിക്കായിരുന്നു? നോ വേ, ചാൻസേ ഇല്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഈ കാര്യത്തിൽ നീ ഇങ്ങനെ അർജന്റ് ആയിട്ട് നിക്കണ്ട. ഡോണ്ട് വറി ആദിയ. ഹോലെ ഹോലെ ഹോ ജായേഗ പ്യാർ കലിയ, ഹോലെ ഹോലെ ഹോ ജായേഗ പ്യാർ. നിന്റെ ചേട്ടന്റെ ജീവിതം ഇതോടെ അങ്ങോട്ട് അവസാനിക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ സ്മാർട്ട് ആണല്ലോ. എല്ലാം മനസ്സിലാകും. പക്ഷെ എനിക്കൊരു ഹോം തിയേറ്റർ വേണമെന്ന് പറഞ്ഞിട്ട് അത് മാത്രം മനസ്സിലാവില്ലല്ലേ? ഹോം തിയേറ്റർ അല്ലേ? അത് ഞാൻ ശരിയാക്കാം. ഞാൻ അപ്പ തൊട്ട് ഇതേ ടോപ്പിക്ക് തന്നെ ഉള്ളത്. അത് മാറ്റാൻ ഇടയ്ക്ക് ടോപ്പിക് ചേഞ്ച് ചെയ്തത് നിങ്ങളാ. അല്ല, അതെന്ത് ചെയ്യാനാ? ചേട്ടാ, നിങ്ങൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് എനിക്കും എന്റെ വീട്ടുകാർക്കും ഒരുപാട് സന്തോഷമായി. നിങ്ങളെപ്പോലെ ഒരു സെലിബ്രിറ്റി ഞങ്ങളെപ്പോലെ പാവങ്ങളുടെ വീട്ടിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വലിയ ആളാ. നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹം പിന്നെ ഒരുപാട് കൂടി. നമ്മുടെ ഈ ചേട്ടൻ അങ്ങനെ തന്നെ, വെരി സിമ്പിൾ, ലവബിൾ ആൻഡ് ഡൗൺ ടു എർത്ത്. നീ ഒന്ന് ചുമ്മാതിരിക്കുക. അങ്ങനെയല്ല, കലയെ സ്നേഹിക്കുന്നവർ വലിയവരാണ്. ഇൻഫാക്ട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് മറിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, സമയം കിട്ടുമ്പോ എല്ലാവരെയും കൂട്ടി എന്റെ വീട്ടിലേക്ക് വരൂ. എന്റെ വീട്ടുകാർക്കും അത് സന്തോഷമാവും. അമൂല്യ, നീ പോയി റെസ്റ്റ് എടുക്ക്. കുറെ നേരമായില്ലേ നിൽക്കുന്നു. ഞാൻ ചേട്ടനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഇല്ല, രംഗചേട്ടൻ പോകുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അമൂല്യ, കുഴപ്പമില്ല, പോ. നീ പോ മോളെ, ഞങ്ങൾ പോയിക്കോളാം. ബൈ ചേട്ടാ. ബൈ മോളെ. അപ്പൊ ചേട്ടാ, നമുക്ക് പോവല്ലേ? പോകാം. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കുന്നേ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ നീ ഇപ്പോ ഇത്ര ആകാംക്ഷ കാണിക്കുന്നത് അല്ല, എന്താ നിന്റെ കാര്യം? നിങ്ങൾ ഇപ്പോഴും അതേ വേദാന്തിനോട് സംസാരിക്കുന്ന ചേട്ടാ. നീയൊന്നും മിണ്ടാതിരിക്കേ, ഞാൻ കണ്ടതല്ലേ. നിഷേധിക്കുന്നതേ നീ തന്നെയാ, അല്ലാതെ ഞാനല്ല. നല്ല ചേഞ്ച് ഉണ്ട്, നല്ല ചേഞ്ച്, വളരെ നല്ല ചേഞ്ച്. നിനക്ക് അവളെ ഇഷ്ടമാണോ? പിന്നല്ലാതെ, നീ അവളെ പറ്റിയുള്ള സംസാരം നിർത്തിയിട്ടേ ഇല്ലല്ലോ. എന്തോ നിന്റെ ഹാർട്ടിൽ നിന്ന് ജീവൻ പറിച്ചെടുക്കുന്ന പോലെയാ നീ അവളെ നോക്കിക്കൊണ്ട് നിന്ന്. ചാൻസ് കിട്ടുമ്പോഴൊക്കെ അവളെ പ്രശംസിക്കും. വാട്ട്, ലവോ? അതും എനിക്കോ? അവളെന്റെ ഫ്രണ്ടാ ചേട്ടാ, വെരി ബെസ്റ്റ് ഫ്രണ്ട്. ഓ, ഞങ്ങൾക്കിടയിൽ ലവ് ഒന്നുമില്ല. നിങ്ങളൊന്ന് ചുമ്മാരി. ഓഹോ, എന്തുവാട്ടെ. അല്ല, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണല്ലോ വരാൻ പോകുന്നത്. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് നിന്റെ മനസ്സിലുള്ള റിയൽ ഫീലിങ്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി പറയും. അല്ല, പോകണ്ടേ?
ആ, 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 ഉം. ഇന്ന് ഞാനേ വളരെ സന്തോഷമായിട്ട് കിടന്നുറങ്ങും. അതെന്താ രംഗചേട്ടൻ വന്നത് കൊണ്ടാണോ? അല്ലാതെ പിന്നെ ഈ ഏരിയയിൽ വന്നിട്ടുവേ ആരുടെ വീട്ടിലും പോയിട്ടില്ല. നമ്മുടെ വീട്ടിലേക്കല്ലേ വന്നത്, അതിന്റെ സന്തോഷ. ഓ അതാണോ കാര്യം? പിന്നെ ഇതെന്താ തമാശയാണോ? ഹലോ, അത് എന്റെ ഡയലോഗാ. എന്റേതാ നീ കോപ്പി ചെയ്തിട്ടുള്ളേ, ഞാൻ നിന്റെ അമ്മയാ. ആയിക്കോട്ടെ, പ്രമീള ഈസ് ഗ്രേറ്റ്. അമ്മ, രംഗൻ ചേട്ടനെ നമുക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന വേദാന്ത ചേട്ടനും ഗ്രേറ്റ് അല്ലേ? അതും ശരിയാ. പക്ഷേ നമുക്കെല്ലാവർക്കും രംഗനെ ഇഷ്ടമാണെന്ന് ആരാ വേദാന്തിനോട് പറഞ്ഞേ? ഇന്നലെ രാത്രി വേദാന്ത ജോലിയുടെ ആവശ്യത്തിന് വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോ ആളുടെ സിനിമയെ പറ്റി ഒരു സംസാരം വന്നു. അപ്പൊ ഞാനാ പറഞ്ഞേ. കുഴപ്പമില്ല, നിന്റെ നല്ലൊരു ഫ്രണ്ടല്ലേ. നീ ചോദിച്ചതിന് ഇവന് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവന്റെ പെണ്ണ് എന്തെങ്കിലും അവനോട് ചോദിച്ചാലേ എല്ലാം കണ്ടറിഞ്ഞ് അവൻ ചെയ്തു കൊടുക്കും. വേഗം ജോലി തീർക്ക്. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവര് എല്ലാവർക്കും വേണ്ടി എങ്ങനെയൊക്കെ ചെയ്തു, അല്ലാതെ എനിക്ക് വേണ്ടിയൊന്നുമല്ല. അതിന് ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. അറിയാം, എനിക്ക് പറയണമെന്ന് തോന്നി അങ്ങ് പറഞ്ഞതാ. എന്താ മുതുക്കി കൗണ്ടറിന് മേലെ കൗണ്ടർ പറയുന്നോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സംസാരം കുറച്ചിട്ട് ജോലി ചെയ്യാൻ നോക്ക്. ഒന്ന് പോ ചേച്ചി. ഏയ്, എപ്പ നോക്കിയാലും ഇങ്ങനെ തന്നെ. അല്ല, നീ എന്റെ കാറിൽ വരുന്നേ? നിന്റെ ബൈക്കപ്പ് എവിടെ? ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബൈക്കിൽ എങ്ങനെയാ പോകുന്നത് ചേട്ടാ? വെറുതെ വീട്ടിൽ പോയാൽ പോരാ, ആഹാരത്തിനും ഡെക്കറേഷനും സാധനങ്ങൾ വാങ്ങണമെന്നല്ലേ ചേട്ടൻ പറഞ്ഞത്? അതുകൊണ്ട് എല്ലാ ഐറ്റംസും വാങ്ങിയ ക്യാബിലാണ് ഞാൻ പോയത്. ഇറ്റ്സ് ഓക്കെ വിക്രാന്ത്. കല്യാണം അടുത്ത് വരുന്തോറും നിനക്ക് ഉത്തരവാദിത്തം കൂടുന്നുണ്ട്. ഗുഡ്. പിന്നെന്താ ചേട്ടാ, പുള്ളി വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? സന്തോഷായില്ലേ? ഹി വാസ് എക്സ്ട്രീംലി ഹാപ്പി. അമൂല്യയുടെ വീട്ടുകാരുടെ സ്വീകരണം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, ചേട്ടന് ഒരുപാട് ഇഷ്ടമാണ്. എന്താടാ? നിനക്കൊരാൾ ഇഷ്ടപ്പെട്ട നീ എല്ലാം ചെയ്തു കൊടുക്കും. അമൂല്യക്ക് ഇഷ്ടമാണെന്നുള്ളതുകൊണ്ടല്ലേ ഇന്ന് ചേട്ടന് തന്നെ കൊണ്ടുവന്നത്. സംസാരിച്ചപ്പോ അമ്മായി അമ്മാവനും നമ്മുടെ അച്ഛനമ്മയെന്ന് പറഞ്ഞു, നമ്മുടെ വീടാണെന്ന് പറഞ്ഞു. യു ആർ എ ജെം മാൻ. നിനക്ക് അവളെ ഇഷ്ടമാണോ? നിന്റെ ഹാർട്ടിൽ നിന്ന് നിന്റെ ജീവൻ പറഞ്ഞു പോകുന്ന പോലെയാണല്ലോ നീ അവളെ നോക്കിക്കൊടുക്കുന്നത്. ചാൻസ് കിട്ടുമ്പോഴൊക്കെ അവളെ പ്രശംസിക്കുന്നുണ്ടായിരുന്നു. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് നിന്റെ മനസ്സിലുള്ള റിയൽ ഫീലിങ്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി പറയും. മാഡം, ബോസ് മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അയച്ചോ? ഇല്ല സുമേഷേ, അതിന്റെ ഡ്രാഫ്റ്റിലാ ഉള്ളത്. ആക്ച്വലി അതിൽ കുറച്ച് ചേഞ്ചസ് വേണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ട് ബോസിന്റെ അടുത്ത് ആ കാര്യം ഒന്ന് സംസാരിച്ചിട്ട് അയക്കാന്നോർത്ത് അയക്കാതിരുന്നത്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും മാഡം? എന്തു പറ്റി? ആദ്യ ഓർഗാനിക്സിന്റെ മെയിൽ അയച്ചാരാ? നിങ്ങളെന്നോട് പ്രസന്റേഷൻ റെഡിയാക്കി അയക്കാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാ ബോസ്. പക്ഷേ ഞാൻ അവർക്ക് മെയിലൊന്നും അയച്ചിട്ടില്ല. ചെക്ക് യുവർ സെൻഡ് ഐറ്റംസ്. What the hell is this? എന്നെയാണോ പറ്റിക്കുന്നേ? എന്താ ഈ മെയിലുള്ളത്? ക്ലോസിംഗ് ദ ഡീൽ ഫോർ 20 lakhs? നീ തന്നെയല്ലേ
ഡീല് 2 കോടിക്ക് ഉറപ്പിച്ചു തന്നത്? ഒരു 0 വ്യത്യാസം അറിയോ നിനക്ക്? ആദ്യ ഓർഗാനിക്സിന്റെ ഡീൽ ഇത്രയും കുറഞ്ഞ റേറ്റിനാ കൊടുത്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ള ഹോൾഡേഴ്സ് ഒക്കെ വെറുതെ ഇരിക്കുവോ? ഇതെന്താ കുട്ടിക്കളിയാണോ? തമാശയാണോ? 2 കോടിക്ക് പകരം 20 ലക്ഷോ? നിന്റെ തലയ്ക്ക് ഇത് ഓണമാണോ? നമ്മുടെ കമ്പനിക്കുണ്ടായ ലോസ് എത്രയെന്ന് അറിയോ നിനക്ക്? നിന്നെ പോലൊരു ഇഡിയറ്റിനെ ജോലിക്ക് എടുത്തല്ലോ ഞാൻ. ജോലിക്ക് വന്നാണെങ്കിൽ ജോലിയിലായിരിക്കണം ശ്രദ്ധ, അല്ലാതെ വീട്ടുകാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന ഇതായിരിക്കും അവസ്ഥ. ഏതെങ്കിലും പ്രസന്റേഷൻ അയക്കുന്നതിന് മുൻപ് എന്നോട് ചോദിച്ച് അപ്രൂവൽ വാങ്ങിക്കണമെന്ന് എനിക്ക് അറിയില്ലേ? നീ വലിയ ഓവർ സ്മാർട്ട് ആവാൻ നോക്കുകയാണോ? അഡ്മിന്റെ ജോലിയോടൊപ്പം HR-ന്റെ പ്രസന്റേഷൻ ചെയ്തപ്പോ നീ എല്ലാം തികഞ്ഞ ആളാന്നുള്ള വിചാരമൊന്നും വേണ്ട. ഡിസപ്പോയിന്റിങ്. നീ ബ്രില്യന്റ് ആണെന്ന് ഞാൻ വിശ്വസിച്ചു. അതാണ് ഞാൻ ചെയ്തു പോയ തെറ്റ്. ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അമൂല്യ. ഇനി ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല അമൂല്യ. ഇത് നമ്മുടെ സൈഡിൽ നിന്ന് പറ്റിയൊരു തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിക്കാനും പോകുന്നില്ല. നന്നായി വായിക്കണമായിരുന്നു. മെയിൽ അയക്കുന്നതിന് മുൻപ് 3 പ്രാവശ്യങ്ങളിൽ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്നിട്ടും തെറ്റ് പറ്റിയോ ആരും വിശ്വസിക്കില്ല. നീ മെയിൽ അയച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. ഇനി അവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. Damn it. നീ ബ്രില്യന്റ് ആണെന്ന് ഞാൻ വിശ്വസിച്ചു. അതാണ് ഞാൻ ചെയ്തു പോയ തെറ്റ്. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അമൂല്യ. എന്നോടുണ്ടായിരുന്ന എല്ലാ വിശ്വാസവും ഇല്ലാണ്ടായി പോയോ? എന്നോട് നിങ്ങൾക്ക് പ്രണയമില്ലെന്ന് പറഞ്ഞ ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കും വേദ. എന്നാൽ എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ അവർക്ക് മെയിൽ അയച്ചിട്ടില്ല എന്ന്. എന്നാൽ ഞാനത് എത്ര പ്രാവശ്യം പറഞ്ഞാലും അദ്ദേഹം അത് വിശ്വസിക്കില്ല. അമൂല്യ, നീ വിഷമിക്കണ്ട. ഇതെല്ലാം ജോലിയുടെ ഒരു സാധാരണല്ലേ. നമ്മൾ മനുഷ്യന്മാരാണ്, തെറ്റുപറ്റും. ഡോൺ വറി. എനിക്കും ഇതുപോലത്തെ അവസ്ഥകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് മാഡം. ആരും മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ലല്ലോ. അതുമാത്രമല്ല, ശരിക്കും എന്താ സംഭവിച്ചെന്ന് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് ഇന്നത്തോടെ സോൾവ് ചെയ്യാൻ സാധിക്കില്ല അമൂല്യ. ഞാൻ മെയിൽ അയച്ചിട്ടില്ല ചേട്ടാ. ഞാൻ ഡ്രാഫ്റ്റില് 2 കോടിനെ തന്നെയാ സേവ് ചെയ്തിരിക്കുന്നത്. അതെപ്പോഴാ സെൻഡ് ആയതെന്ന് എനിക്കറിയില്ല. മെയില് ഇന്നലെ രാത്രി 8 മണിക്കാ സെൻഡ് ആയിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഓഫീസിൽ പോലും ഇല്ല. ഞാൻ എന്തിനാ കമ്പനിക്ക് ലോസ് വരുന്ന രീതിയിൽ ചെയ്യുന്നേ? റൗഡി കൊച്ചേ, നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിഷമിച്ച് എങ്ങനെ ശരിയാവാ? ചേട്ടനൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും നിന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം. ബട്ട് വർക്ക് എന്ന് പറയുമ്പോ ഇതെല്ലാം കോമൺ ആണ്. പോകെ പോകെ എല്ലാം ശരിയാവും. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ തെറ്റ് സംഭവിച്ചു എന്നുള്ളത് സത്യം. എന്നാൽ ഞാൻ സംസാരിക്കുന്ന പോലും അദ്ദേഹം കേൾക്കാൻ തയ്യാറല്ല. അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. അത്രയും വലിയ ലോസ് എന്ന് പറയുമ്പോ അത് ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാക്കും. അദ്ദേഹം എന്നെ വിശ്വസിക്കാത്തതാ എനിക്ക് ഒരുപാട് വിഷമായത്. നീ പറഞ്ഞല്ലോ ആർക്കാണെങ്കിലും ദേഷ്യം വരുമെന്ന്. ഇതും അങ്ങനെ തന്നെയാ. ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. ഇതൊന്നും നീ മനസ്സിൽ വെച്ചേക്കരുത്. ചേട്ടാ, ഞാൻ വീട്ടിലോട്ട് പൊക്കോട്ടെ? ശരി, നീ വീട്ടിൽ പൊക്കോ. ഇന്നാ മോനെ. അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ. അതൊന്നും സാരമില്ല. അമ്മയ്ക്ക് മുട്ടുവേദനയല്ലേ, അതുകൊണ്ടാ പറഞ്ഞേ. സാരമില്ല കണ്ണ. നീ സമാധാനമായിട്ടിരുന്ന് ആഹാരം കഴിക്കേ.
ധ്രുവ, എന്താ മോനെ, എന്ത് പറ്റി? എന്തിനാ മോനെ കരയുന്നു? എന്തു പറ്റി മോനെ? എന്റെ അമ്മയും എന്നെ കണ്ണാന്നാ വിളിച്ചോണ്ടിരുന്നത്. അമ്മയെ ഓർമ്മ വന്നു. ഞങ്ങൾ നിന്റെ സ്വന്തം തന്നെയല്ലേ. നീ എനിക്ക് മകനെ പോലെ. ഞങ്ങൾ ഇനി മുതൽ അങ്ങനെ തന്നെ വിളിച്ചോളാം. മോനെ ധ്രുവ, നീ ഇരിക്കേ, ഇരുന്ന് കഴിക്കേ. അതെ, എന്താ പ്രവേ? നമ്മുടെ ധ്രുവ എന്ത് നല്ല പയ്യനല്ലേ. എന്നിട്ട് ഈ കുട്ടിക്ക് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാന്നറിയുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നും. എന്ത് ചെയ്യാനാ പ്രമി, ഓരോരുത്തരുടെ ജീവിതം ഓരോ രീതിയിലാ. ഞാനെന്നവനെ വിളിച്ചുകൊണ്ടെന്നപ്പോ നീ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എന്റെ സ്ഥാനത്ത് ആര് തന്നെയാണെങ്കിലും ഇങ്ങനെ തന്നെ സംസാരിക്കുള്ളൂ. കാരണം എന്താന്ന് വെച്ചാ അവൻ ആരാ നമുക്കറിയില്ലല്ലോ. ഇന്നത്തെ കാലത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതോർത്താ ഞാൻ പറഞ്ഞത്. എന്നാ ഓരോ ദിവസം കഴിയുമ്പോഴും അവന്റെ സ്വഭാവം മനസ്സിലായി. ദിവസവും ടിവിയിലും പത്രത്തിലും ചീത്ത വാർത്തകളൊക്കെ കേട്ട് എല്ലാവരെയും സംശയത്തോടുകൂടിയാ നോക്കാൻ പറ്റുന്നേ. നമ്മൾ ചുറ്റുപാടും കേൾക്കുന്ന കാര്യങ്ങളൊന്നും തെറ്റാണെന്നല്ല. എന്നാൽ അതിനെ ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ നോക്കണം. സംശയം മനുഷ്യന്റെ കൂടപ്പിറപ്പാ. അതുകൊണ്ട് ആ മനുഷ്യനെ സോഷ്യൽ ആനിമൽ എന്ന് പറയുന്നത്. പരിചയമില്ലാത്തവരായിട്ട് കൂട്ടുകൂടാനും ഇടപഴകാനും ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടാവും. കണ്ടപ്പോ തന്നെ അവൻ നല്ല കുട്ടിയാന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. എന്നാ ഇപ്പെങ്കിലും എന്റെ തീരുമാനം ശരിയാണെന്ന് നിനക്ക് തോന്നിയല്ലോ, അത് സന്തോഷം. സന്തോഷമൊന്നു മാത്രമല്ല, എനിക്ക് ആ പയ്യനെ വളരെയധികം ഇഷ്ടമായി. യാ, താങ്ക് യു. ഞാനതൊന്നുകൂടെ ചെക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബോസ് എന്ത് പറഞ്ഞു ബോസ്? പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തോ? നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാന്ന് അവര് പറഞ്ഞേ. നമ്മൾ അയച്ച മെയിലൊരു എററുണ്ട്. സോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ബോസ്, ഇത് അമൂല്യ മേഡം ആയിരിക്കും ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ മനഃപൂർവ്വം പ്രശ്നത്തിലാക്കാൻ ഇത് വേറെ ആരോ ചെയ്തതാണെന്നാ എനിക്ക് തോന്നുന്നത്. അവളോട് ആർക്കാടോ ഇത്രയും ശത്രുത ഉള്ളത്? തനിക്കെന്താ ഇത്ര ഉറപ്പ്? എനിക്ക് ഉറപ്പാണ് അത് സത്യമാണ് ബോസ്. അല്ല, അമൂല്യ മേഡം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് ബോസിന് തോന്നുന്നുണ്ടോ? താനൊന്ന് പോകുന്നുണ്ടോ സുമേഷേ? What the hell is this? പൂജ്യത്തിന്റെ വില അറിയോ നിനക്ക്? ഇതെല്ലാം കുട്ടികളിയാണോ? തമാശയാണോ? 2 കോടി എവിടെ? 20 ലക്ഷം എവിടെ? നിന്നെ പോലൊരു ഇഡിയറ്റിനെ ജോലിക്ക് എടുത്തല്ലോ ഞാൻ. അഡ്മിനായിട്ട് HR പ്രസന്റേഷൻ ചെയ്തെന്ന് കരുതി എല്ലാം തികഞ്ഞ പെണ്ണാണെന്നൊന്നും നീ വിചാരിക്കണ്ട. നീ ബ്രില്യന്റ് ആണെന്ന് വിശ്വസിച്ചു. അതാ ഞാൻ ചെയ്തു പോയ തെറ്റ്. Damn it. ഞാൻ അവളെ വല്ലാതെ വഴക്ക് പറഞ്ഞു. ഇത് ഈ അൺനോൺ നമ്പർ. ഇതൊന്നൊക്കെ ആരാ എന്നെ വിളിക്കുന്നേ? ഹലോ. ഏയ്, മര്യാദക്ക് നീ കൊടുത്ത കംപ്ലൈന്റ് ഇപ്പൊ തന്നെ പിൻവലിച്ചേക്ക്. ഹൗ ഡയർ യു? നീ ആരാടാ? കിഷൻ? യെസ്, ഇത് ഞാൻ തന്നെയാടാ കിഷൻ. നിനക്കെന്താ തലയ്ക്ക് സുഖല്ലേ? കാലം ഞാനും വഴുതി താഴെ വീണിരുന്നെങ്കിലോ? നീ എന്താ ഇവിടെ നോക്കണേ? അയ്യോ ഒന്നുമല്ലേ ചേച്ചി, ഞാൻ ടൈഗർ ബിസ്ക്കറ്റ് നോക്കുമായിരുന്നു. അമ്മ ഞാൻ കാണാതെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അവിടെ അമ്മ ടെൻഷനിൽ ഇരിക്കാന്നറിയാലോ. അപ്പഴാ നിന്റെ ഒരു കുട്ടിക്കളി. ഏയ്, എനിക്ക് അവിടെ നിന്ന് കിട്ടിയതായിരുന്നു ചേച്ചി. നീ ഇങ്ങോട്ട് മാറിന്നേ, ഞാൻ എടുത്തു തരാം. താങ്ക് യു ചേച്ചി. അമ്മ ഇതുവരെയായിട്ടും വീട്ടിലേക്ക് എത്തിയില്ലല്ലോ. ചേട്ടനും വിക്കൊക്കെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്ര. അങ്ങനെയാണെങ്കിൽ ചേച്ചി വേദാന്തേട്ടിനൊപ്പം ജോലി അടിക്കാൻ പോയതായിരിക്കും. ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ.